പടിഞ്ഞാറ് നീണ്ടു നിവർന്നു കിടക്കുന്ന തീരപ്രദേശം, കിഴക്ക് കുട്ടനാട് ഉൾക്കൊള്ളുന്ന കാർഷിക ദേശം. എന്തുകൊണ്ടും വൈവിധ്യമാണ് ആലപ്പുഴയുടെ ഭംഗി. ഈ ഭംഗിയുടെ വൈവിധ്യമാണ് ആലപ്പുഴയുടെ രാഷ്ട്രീയവും. ഒരു വശത്ത് വിഭാഗീയത, മറുവശത്ത് സമുദായ പ്രശ്നം. കത്തിജ്വലിക്കുകയാണ് ആലപ്പുഴയുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം. ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയുടെ രാഷ്ട്രീയത്തിലേക്ക് കരയും കടലും കായലും പുഴയും ചേർന്ന് വിസ്തൃതമായതുപോലെയാണ് ഈ തീരദേശ ജില്ലയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണവും. വിപ്ലവത്തിന്റെ പേരിൽ ചുവന്ന ഇവിടം തെരഞ്ഞെടുപ്പിന്റെ ആരവങ്ങളിൽ അമരുമ്പോൾ നാടും നഗരവും സജീവമാവുകയാണ്. നാലാൾ കൂടുന്ന കവലകളിലും കടലിരമ്പുന്ന തീരത്തും വെള്ളത്തിലും വള്ളത്തിലുമെല്ലാം ചർച്ച തെരഞ്ഞെടുപ്പ് തന്നെ. തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടത്തിലായതിനാൽ പഴുതടച്ച പ്രചാരണം കൊണ്ട് വീറും വാശിയും അതിന്റെ ഉച്ചസ്ഥായിയിലെത്തിക്കഴിഞ്ഞു. പരമാവധി സമ്മതിദായകരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുമ്പോഴും ആലപ്പുഴയുടെ രാഷ്ട്രീയമാണ് അലതല്ലുന്നത്. നഗര ഗ്രാമങ്ങളുടെ പുനർവിഭജനത്തിൽ ചെറിയ മാറ്റം മാത്രമാണ് ഇവിടെ സംഭവിച്ചത്. ഹരിപ്പാട് ഗ്രാമപഞ്ചായത്ത് ഇല്ലാതായി നഗരസഭയായി മാറുമ്പോൾ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 73-ൽ നിന്ന് 72-ആയി കുറഞ്ഞു. നഗരസഭകൾ 5-ൽ നിന്ന് 6-ആയി വർദ്ധിച്ചു. നിലവിൽ 73 ഗ്രാമപഞ്ചായത്തുകളിൽ 37 LDF-നും 36 UDF-നുമാണ്. 12 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 7 UDF കൈവശം വെക്കുമ്പോൾ 5 LDF-ന്റെ പക്കൽ. നഗരസഭകളിൽ UDF 3-ഉം LDF 2-ഉം എന്ന ക്രമത്തിലാണ് ഭരണം കൈയാളുന്നത്. ജില്ലാ പഞ്ചായത്ത് നിലവിൽ വന്ന കാലം മുതൽ LDF-നെ വിട്ടുനിന്നിട്ടില്ല. നഷ്ടപ്പെട്ടത് പിടിച്ചെടുക്കാനും പിടിച്ചെടുത്തത് പിടിവിടാതിരിക്കാനുമുള്ള ശക്തമായ പോരാട്ടമാണ് മുറുകുന്നത്. 95-ൽ ആദ്യമായി CPM-ന്റെ കോട്ടകൊത്തളകളായ അവർക്ക് വൈകാരികമായി ബന്ധമുള്ള വയലാർ, പുന്നപ്ര, മാരാരിക്കുളം, വടക്ക്, ഈ 3 പഞ്ചായത്തുകളും ഞങ്ങൾ പിടിച്ചെടുത്തു ആദ്യമായി. പക്ഷേ അതിനുശേഷം അത് തുടർന്ന് പോകാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ തവണ അതിൽ ലഭിച്ചില്ല. അതിന് പകരം കഴിഞ്ഞ തവണ പാണാവള്ളി, തുറവൂർ, കുമാരപുരം അതുപോലുള്ള പഞ്ചായത്തുകൾ പിടിച്ചെടുത്തു. അതിനിടയിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ പിടിച്ചെടുത്തത് കാവാലം പോലുള്ള പഞ്ചായത്താണ്. എന്തായാലും ഇത്തവണ ശക്തമായ മുന്നേറ്റമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളും കഴിഞ്ഞ തവണ ലഭിച്ച അത്രയും ബ്ലോക്ക് പഞ്ചായത്ത്, കാരണം 12-ൽ 7-ആണ്. അതൊന്നുകൂടെ മെച്ചപ്പെടും, അല്ലെങ്കിലും അത് നിലനിർത്താനാവും. നഗരസഭ 6 നഗരസഭകളും, പുതിയ നഗരസഭ ഉൾപ്പെടെ 6 നഗരസഭകളും നിലനിർത്താനാകുമെന്ന ഉറച്ച വിശ്വാസമാണ് എന്നെപ്പോലുള്ളവർക്കുള്ളത്. മാത്രമല്ല, ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് എല്ലാ കാലത്തും CPM ഭരിച്ചിരുന്നതാണ്. 95-ന് ശേഷം ജില്ലാ പഞ്ചായത്തിൻ്റെ രൂപീകരണം, അതിനുശേഷമുള്ള പഞ്ചായത്തുകളിൽ ഒരിക്കലും ജില്ലാ പഞ്ചായത്ത് ലഭിച്ചിരുന്നില്ല. ഈ തവണ ജില്ലാ പഞ്ചായത്ത് ലഭിക്കാൻ പോവുകയാണ്. അതിനൊരു പ്രധാന കാരണം ജില്ലാ പഞ്ചായത്ത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കുണ്ടായിട്ടുള്ള പരാജയം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 10-20 പഞ്ചായത്തുകൾ ഞങ്ങൾ നഷ്ടപ്പെട്ട പഞ്ചായത്തുകൾ തിരിച്ചു പിടിക്കും. അത് തുറവൂർ പഞ്ചായത്ത് തിരിച്ചു പിടിക്കും, വയലാർ പഞ്ചായത്ത് ഞങ്ങൾ തിരിച്ചു പിടിക്കും, തണ്ണീർമുക്കം പഞ്ചായത്ത് തിരിച്ചു പിടിക്കും, അതുപോലെ തന്നെ താമരക്കുളം പഞ്ചായത്ത് ഞങ്ങൾ തിരിച്ചു പിടിക്കും, പള്ളികുന്നം പഞ്ചായത്ത് ഞങ്ങൾ തിരിച്ചു പിടിക്കും. അങ്ങനെ കുറേയധികം പഞ്ചായത്തുകൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള കുറേയധികം പഞ്ചായത്തുകൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ടിരുന്നു. ആ പഞ്ചായത്തുകളെല്ലാം ഞങ്ങൾ ഇത്തവണ തിരിച്ചു പിടിക്കുന്നതാണ്. വിട്ടുകൊടുക്കാതിരിക്കാനുള്ള പ്രതീക്ഷ പുലർത്തിയാണ് സകല അടവുകളും പുറത്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ എങ്ങനെ കൈപ്പിടിയിലാക്കാമെന്ന തന്ത്രങ്ങളാണ് എല്ലാവരും പയറ്റുന്നത്. കഴിഞ്ഞ 12 വർഷക്കാലമായി നഷ്ടപ്പെട്ടിരിക്കുന്ന ആലപ്പുഴ മുനിസിപ്പാലിറ്റി ഞങ്ങൾ ഇത്തവണ തിരിച്ചു പിടിക്കും. പുതുതായി രൂപീകരിക്കുന്ന ഹരിപ്പാട് മുനിസിപ്പാലിറ്റി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. കായംകുളവും ചെങ്ങന്നൂരും ചേർത്തലയും ഞങ്ങൾ നിലനിർത്തും. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തും ഇത്തവണ ഐക്യജനാധിപത്യ മുന്നണിക്കായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇവിടെയെല്ലാം കഴിഞ്ഞ തവണ ഇടതുപക്ഷ മുന്നണി ജയിച്ച ആലപ്പുഴ ജില്ലാ പഞ്ചായത്തും ആലപ്പുഴ മുനിസിപ്പാലിറ്റിയുമൊക്കെ തന്നെ കൊടിയ അഴിമതിയിൽ മുങ്ങി നിൽക്കുകയാണ്. ഇത്തവണ ജനത്തിൻ്റെ വിടുതിയെടുത്ത് ഈ അഴിമതിക്കെതിരായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി
ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി, പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ അഴിമതി ആരോപണം നേരിടുന്ന സാഹചര്യമാണ്. ജെൻഡർ പാർക്കിനെ സംബന്ധിച്ച് ആരോപണം ഉന്നയിച്ചത് ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റും CPI നേതൃത്വവുമാണ്. SNDPയുടെ ആസ്ഥാനം ആലപ്പുഴയല്ലെങ്കിലും ഈഴവ വോട്ടുകളുടെ ഈറ്റില്ലമാണ് ആലപ്പുഴ. അതുകൊണ്ട് തന്നെ SNDPയുടെ പുതിയ രാഷ്ട്രീയ നീക്കം എത്രമാത്രം വിജയം കാണുന്നു എന്നത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് ആലപ്പുഴയിലൂടെയാണ്. സംസ്ഥാനത്ത് തന്നെ ഇക്കുറി ചർച്ചയായ SNDP BJP ബന്ധത്തെക്കുറിച്ചുള്ള വർത്തമാനത്തിന്റെ തോതിവിടെ കൂടുതലാണ്. SNDPയുമായി ചേരുന്നത് വഴി കൂടുതൽ ഗുണമെടുക്കാൻ കഴിയുമെന്ന് BJP കണക്കുകൂട്ടുന്നു. 95% സീറ്റുകളിലും BJPയും BJPയുടെ സഖ്യകക്ഷികളും മത്സരിക്കുക. അതിശക്തമായിട്ടുള്ള മത്സരമാണ് ഭാരതീയ ജനതാ പാർട്ടിയും NDA സഖ്യവും മുന്നോട്ട് വച്ചിട്ടുള്ളത്. NDA എന്ന് പറയുന്ന മുന്നണിയോടൊപ്പം ഇന്ന് കേരളത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള, കഴിഞ്ഞ കാലങ്ങളിൽ വർഷങ്ങളായി ഇടതുപക്ഷത്തിനെയും വലതുപക്ഷത്തിനെയും പിന്തുണച്ചിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ചും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി അവരുടെ ചോര നീരാക്കി പ്രവർത്തിച്ചിട്ടുള്ള പിന്നോക്ക സമുദായ വിഭാഗങ്ങൾ, SNDP അടക്കമുള്ള ആളുകൾ, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അങ്ങനെയുള്ള ബഹുഭൂരിപക്ഷം വരുന്ന കേരളത്തിലെ സമൂഹം ഇന്ന് മാറ്റത്തിൻ്റെ പാതയിലാണ്. അവർ മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു, ചിന്തിക്കുന്നു. അതിൻ്റെ ഫലമായി കേരളത്തിൽ BJPക്ക് അനുകൂലമായി SNDP അടക്കമുള്ള കേരളത്തിലെ വലിയ സംഘടനകൾ ഇന്ന് വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. നിരവധി പഞ്ചായത്തുകൾ, പ്രത്യേകിച്ചും ആലപ്പുഴ ജില്ലയിലെ പല പഞ്ചായത്തുകളിലും BJP ഒറ്റയ്ക്ക് ഭരണസാരഥ്യത്തിലേക്ക് വരാൻ പോകുന്നു. നിരവധി പഞ്ചായത്തുകളിൽ BJP പ്രധാന പ്രതിപക്ഷമാകാനുള്ള സാഹചര്യം ഇന്ന് നിൽക്കുന്നു. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും പുതിയ പ്രശ്നങ്ങളും പുതിയ ഉത്കണ്ഠകളും വന്നിരിക്കുകയാണ്. BJP RSS ഭരണകക്ഷി തന്നെ ജനങ്ങളെ കൊല്ലുകയല്ലേ. സാഹിത്യകാരന്മാരെ വെടിവെച്ച് കൊല്ലുന്നു, ദളിതരെ ചുട്ടുകരിക്കുന്നു, കൊച്ചു കുഞ്ഞുങ്ങളെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കുന്നു, നിയമസഭാ സാമാജികന്മാരുടെ മുഖത്ത് കരിയോയിൽ വരി ഒഴിക്കുന്നു, പിന്നെ സ്ത്രീകളെ, എഴുത്തുകാരികളായ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു, ഹോസ്റ്റലിൽ കയറി ബിരുദാനന്തര വിദ്യാർത്ഥികളെ കൈവെട്ടിയെടുക്കുന്നു, വേറൊരു എഴുത്തുകാരൻ മിണ്ടിയാൽ കുന്നുകളെന്ന് പറയും തമിഴ്നാട്ടിൽ. അങ്ങനെ സർവത്ര ഭീഷണിയാണ്. ഭരണകക്ഷിയുടെ ആൾക്കാരെ അത് ചെയ്യുന്നത്. ഇങ്ങനൊരു കാലം നമ്മുടെ രാജ്യത്തുണ്ടായിട്ടില്ല. അപ്പോൾ ഒരു സവർണ ഫാസിസ്റ്റ് മേധാവിത്വത്തിൻ്റെ ഒരു മണം അടിച്ചിരിക്കുകയാണ്. ഇത് പൂർണ്ണമായിട്ട് ഇന്ത്യയിൽ വന്നു എന്നൊന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ജനാധിപത്യമൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ഒരു മണം അടിച്ചു. ഇത് വലിയ ഉത്കണ്ഠ ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളിലും ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഉത്കണ്ഠ കേരളത്തിലുണ്ട്. ആ വിശേഷിച്ച് 45% ന്യൂനപക്ഷമാണുണ്ട്. ബാക്കി 55 തന്നെ 80% ദളിതരും പിന്നോക്കക്കാരുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ, മുന്നോക്ക സമുദായത്തിൽ തന്നെ BJP RSS ബന്ധത്തോട് താല്പര്യമില്ല. മുന്നോക്ക സമുദായത്തിൻ്റെ ഒരു ജാതി സംഘടനയാണ് NSS, സമുദായ സംഘടനയാണ്. അവർക്ക് താല്പര്യമില്ലെന്ന് അവർ പറഞ്ഞു. മൊത്തത്തിൽ BJPയും RSSും വെറുക്കപ്പെട്ടൊരു കാലമാണ് കേരളത്തിൽ. ഈ ബന്ധത്തിന്റെ നേട്ടകോട്ടങ്ങളുടെ കൂട്ടിക്കിഴിക്കലിൽ SNDPയെ പരാമർശിക്കുമ്പോൾ വല്ലാത്ത സൂക്ഷ്മതയാണ് ആലപ്പുഴയിലെ നേതാക്കന്മാർക്കുള്ളത്. SNDPയെ വിമർശിക്കുന്നതിൽ ആരാണ് മുന്നിലെന്ന തർക്കം പോലും ആലപ്പുഴയിലെ പ്രചാരണത്തിന് ചൂടുപകരുന്നുണ്ട്. നിലവിൽ CPM നേതാക്കന്മാരെ കുറ്റം പറയുമ്പോഴും ശ്രീ G. സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ കണിച്ചുകുളങ്ങരയിലെ സ്ഥിരം സന്ദർശകരാണ്. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ പത്രസമ്മേളനം നടത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ പുകഴ്ത്തി പറഞ്ഞത് CPMൻ്റെ ആലപ്പുഴ ജില്ലാ നേതൃത്വത്തെയാണ്. അപ്പോൾ അവരൊരു അടവ് നയത്തിലാണ്. ആലപ്പുഴ ജില്ലയിലെ CPM നേതൃത്വം സംഘപരിവാറുമായി ബന്ധം സ്ഥാപിക്കാൻ നിലവിലുള്ള SNDP നേതൃത്വത്തെ ഒരു മറയാക്കി ഉപയോഗിക്കുകയാണ്. SNDP നേതൃത്വവും BJPയും, SNDP BJP മുന്നണി എന്ന് ഞങ്ങൾ ഒരിക്കലും പറയില്ല. SNDPയുടെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകളും
BJPയും ചേർന്നുകൊണ്ടുണ്ടായിരിക്കുന്ന മുന്നണി നമ്മുടെ ജില്ലയിൽ, ഈ ആലപ്പുഴ ജില്ലയിൽ താഴെ തലത്തിൽ ഒരു പ്രതികരണം ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചെങ്കിലും വോട്ടുകളോ ചില സീറ്റുകളോ കിട്ടിക്കിട്ടുന്ന BJPക്ക് ദോഷകരമായ തരത്തിൽ ആ മുന്നണി വരുന്നു എന്നുള്ളതല്ലാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് യാതൊരു പരിക്കും യാതൊരു പോറലും അതുമായി ഉണ്ടാകില്ല എന്നുള്ള 100% ഉറപ്പിച്ച് ഞങ്ങൾക്ക് പറയാൻ കഴിയും. ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടി പ്രശ്നങ്ങൾ ഏറെ അലട്ടുന്നത് ഇടതുപക്ഷത്താണ്. അതിൽ CPMന്റെ അടിത്തട്ടിലുള്ള വിഭാഗീയതയാണ്. സംസ്ഥാനത്ത് നിലനിൽക്കുന്ന CPMലെ വിഭാഗീയതയിൽ നിന്നും ഏറെ ഭിന്നമാണ് ആലപ്പുഴയിലെ വിഭാഗീയത. സീറ്റ് ചർച്ചയുമായി ബന്ധപ്പെട്ട് നടന്ന ഈ വിഭാഗീയത എത്രമാത്രം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നതാണ് ഉദ്യോഗഭരിതമായ കാര്യം. സ്ഥാനാർത്ഥി നിർണയത്തിന് പെരുമാറ്റച്ചട്ടം കൊണ്ടുവന്നപ്പോൾ പതിവിന് വിപരീതമായി ഇടതുപക്ഷത്താണ് അധികം അപസ്വരങ്ങളും ഉണ്ടായത്. 3 തവണ മത്സരിച്ചവർക്ക് ഇത്തവണ സീറ്റില്ലെന്ന തീരുമാനം നടപ്പിലായപ്പോൾ ജില്ലയിലെ പ്രമുഖ നേതാക്കളെല്ലാം CPMന്റെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് പുറത്തായി. ഇതോടെ ജില്ലയിലുള്ള പ്രാദേശിക വിഭാഗീയത മറനീക്കി പുറത്തുവന്നു. സംസ്ഥാന തീരുമാനം പ്രയോഗവൽക്കരിച്ചതോടെ ഔദ്യോഗികപക്ഷവും VS വിഭാഗവും തമ്മിൽ കൈകോർത്തു. കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്കിനെ അനുകൂലിക്കുന്നവർ ഭൂരിഭാഗവും വെട്ടിനിരത്തപ്പെട്ടു. ഇതോടെ 10ലധികം ബ്രാഞ്ച് സെക്രട്ടറിമാർ രാജിക്കത്തു നൽകി. പ്രശ്നം കാര്യമായതോടെ പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി തന്നെ നേരിട്ടെത്തി പരിഹരിക്കുകയായിരുന്നു. വിഭാഗീയത ആലപ്പുഴ ജില്ലയിലെ പാർട്ടിക്കകത്ത് ഉണ്ടായിരുന്ന വിഭാഗീയത പൂർണ്ണമായി അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമം ഞങ്ങൾ നടത്തി വരികയാണ്. ഇന്ന് വിഭാഗീയതയുടെ ഭാഗമായിട്ട് പാർട്ടിക്കുണ്ടായിട്ടുള്ള തകർച്ചയെ സംബന്ധിച്ചും തിരിച്ചടിയെ സംബന്ധിച്ചും ഇന്ന് പാർട്ടിയിലുള്ളവരെല്ലാം ബോധവാന്മാരാണ്. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഈ വിഭാഗീയതയും മറ്റു കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് എല്ലാം മറന്ന് യോജിക്കണമെന്നും യോജിച്ചുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വലിയ വിജയം നേടിക്കൊടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നവരാണ് ആലപ്പുഴ ജില്ലയിലെ മഹാഭൂരിപക്ഷം വരുന്ന പാർട്ടി മെമ്പർമാരും അനുഭാവികളും നേതാക്കന്മാരും. ആ രൂപത്തിൽ മുമ്പ് ഒരിക്കലും ഇല്ലാത്തൊരു യോജിപ്പും ഐക്യവും ഇന്ന് എല്ലാ തലങ്ങളിലും ഇന്ന് ആലപ്പുഴ ജില്ലയിലുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നതിൽ തർക്കമില്ല. ആലപ്പുഴയിലെ CPM രാഷ്ട്രീയത്തെ വിടാതെ പിന്തുടരുന്ന പ്രാദേശിക വിഭാഗീയതയെ ഇപ്പോൾ തണുപ്പിക്കാനായെങ്കിലും അത്രയ്ക്കങ്ങ് കെട്ടടങ്ങുന്നതല്ല ഇപ്പോഴത്തെ പ്രശ്നമെന്നാണ് കരുതുന്നത്. കമ്മ്യൂണിസ്റ്റ് നേതാവ് P. കൃഷ്ണപിള്ളയുടെ സ്മാരകം തകർത്ത സംഭവവും ഇടതുപക്ഷത്തിന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കാര്യമായി വിശദീകരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങളിൽ എതിർപ്പാളയം കണ്ണുവെക്കുന്നുമുണ്ട്. CPMലെ ജില്ലാ കമ്മിറ്റി അംഗമായിരിക്കുന്ന മോനപ്പൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ വ്യക്തമാക്കുന്നത് അവരുടെ വിഭാഗീയതയാണ് ഏറ്റവും CPMനുള്ളിലെ വിഭാഗീയതയാണ് ആലപ്പുഴ ജില്ലയിൽ മുഴച്ചു നിൽക്കുന്നതെന്നാണ്. CPM വിഭാഗീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണല്ലോ ആലപ്പുഴ നഗരസഭയിൽ പ്രധാനപ്പെട്ട നേതാക്കളെ, അവരുടെ മുൻ നഗരസഭാ ചെയർമാൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ വെട്ടിനിരത്തിയത്, തോമസ് ഐസക്കിൻ്റെ പക്ഷത്തുള്ള മുഴുവൻ നേതാക്കന്മാരെയും വെട്ടിനിരത്തിയെന്ന് സംബന്ധിച്ച വാർത്തകൾ മാധ്യമങ്ങൾ വന്നിരുന്നല്ലോ. അപ്പോൾ വിഭാഗീയത ബാധിക്കുന്നത് കോൺഗ്രസിനെയല്ല, ഐക്യജനാധിപത്യ മുന്നണിയല്ല, അത് CPMനെ തന്നെയാണ്. കോൺഗ്രസിന്റെ സ്ഥിരം തറവാട്ടു പ്രശ്നമായ റബൽ ശല്യങ്ങളെ വലിയ തോതിൽ ഒതുക്കിയെങ്കിലും ആഭ്യന്തരമന്ത്രിയുടെ സ്വന്തം തട്ടകത്തിൽ തന്നെയുള്ള ഗ്രൂപ്പ് വൈരത്തെ അല്പം പോലും ശമിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഹരിപ്പാട് മണ്ഡലത്തിൽപ്പെട്ട മുതുകുളം ഗ്രാമപഞ്ചായത്തിലെ ആകെയുള്ള 15 വാർഡുകളിൽ 2 ബ്ലോക്ക് ഡിവിഷനിലും 1 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലും A ഗ്രൂപ്പ് ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ്. സസ്പെൻഷൻ എന്ന വിരട്ടുതന്ത്രത്തെ കാറ്റിൽ പറത്തിയാണ് ഇവിടുത്തെ കൂട്ടവിമത പോരാട്ടം. VM സുധീരൻ KPCC പ്രസിഡന്റ് ഈ ആളുകളെ പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന് പുറത്താക്കിയ ആളുകളാണ്. അവരെ തിരിച്ചെടുക്കാതെ നമുക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് അവരെല്ലാം പാർട്ടിക്ക് വെളിയിലാണ്. KPCC പ്രസിഡന്റ് ഈ സസ്പെൻഡ് ചെയ്ത ആരെയും തിരിച്ചെടുത്തില്ല. അതുകൊണ്ട് അവരുമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് ആളുകൾ അവിടെ എല്ലാ സീറ്റിലും മത്സരിക്കുന്നുണ്ട്. അത് വലിയ കാര്യം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. വിരലിലെണ്ണാവുന്ന റിബലുകളാണ് അവസാന നിമിഷമുള്ളത്. അതിൽ ആ റിബലുകളുടെ ഗണത്തിൽ മുതുകുളത്ത് പെടുത്താനേ ആവില്ല. മുതുകുളത്ത് മറ്റൊരു വിഷയത്തിൻ്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് നടപടിയെടുത്ത് പുറത്തുപോയ ആളുകൾ ചില പേക്കൂത്തുകൾ നടത്തുന്നു. അതിനെ അങ്ങനെ കാണാൻ പറ്റൂ. അതൊരു സംഘടനാപരമായ സംവിധാനമോ ഒരു കൂട്ടായ്മയുടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായ അല്ല.
കാരണം സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിന് അന്വേഷണം നടത്തി അച്ചടക്ക നടപടി ബഹുമാനീയനായ KPCC പ്രസിഡന്റ് സ്വീകരിച്ച അത്തരം ആളുകൾ കേന്ദ്രീകരിച്ച് അതിൽ ചില സമ്പന്നന്മാരുണ്ട്, ചില ആളുകൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതാണ് അവിടെ സംഭവിച്ചത്. അല്ലാതെ അങ്ങനെ മറ്റു തരത്തിലുള്ള ട്രിബ്യൂണലുകളെ പോലെ കാണേണ്ടത്. അച്ചടക്ക നടപടിക്ക് വിധേയമായ ഒരു സംഘം ആളുകൾ അവർ കാണിക്കുന്ന നടപടി എന്ന് മാത്രം എടുത്താൽ മതി. കായംകുളം നഗരസഭയിലാവട്ടെ UDFന്റെ ചെയർപേഴ്സണ് സീറ്റ് കിട്ടാതെ വന്നപ്പോൾ സ്വന്തം വൈസ് ചെയർമാനെതിരെ വിമതയായി മത്സരിക്കുകയാണ്. പാർട്ടി പുറത്താക്കിയപ്പോൾ BJPയിൽ ചേക്കേറിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഈ തീരത്തുകൂടി ഒഴുകുന്ന വഞ്ചികളുടെ അവസ്ഥയായിരുന്നു ഇവിടുത്തെ മുന്നണികൾക്കുള്ളിലെ ഘടകകക്ഷികളുടെ അവസ്ഥ. സീറ്റു ചർച്ചയിൽ ആടി ഉലയുകയായിരുന്നു. ഗൗരിയമ്മയുള്ള JSSനെ ചൊല്ലിയായിരുന്നു LDFിൽ തർക്കമെങ്കിൽ ഗൗരിയമ്മ ഇല്ലാത്ത JSSനെ ചൊല്ലിയായിരുന്നു UDFിലെ തർക്കം. ഒടുവിൽ യാതൊരു വിധത്തിലുള്ള ഒരു പരിഹാരത്തിലും എത്താതെ സൗഹൃദ മത്സരത്തിലേക്കായിരുന്നു ഇരു മുന്നണികളിലെയും ഈ ഘടകകക്ഷികൾ മുന്നോട്ട് നീങ്ങിയത്. മുന്നണികളുടെ തലപ്പത്തുള്ള പാർട്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഘടകകക്ഷികളുടെ ആവശ്യം ചർച്ചകളുടെയെല്ലാം വഴിതിരിച്ചു. കൂടെ വന്ന ഗൗരിയമ്മ വിഭാഗത്തെ കൂടെ നിർത്താനുള്ള സംസ്ഥാന കമ്മിറ്റിയുടെ ആവേശം ജില്ലയിലെ CPMനുണ്ടായില്ല. അതിനും പിണറായി എത്തി ഫോർമുല കണ്ടെത്തിയെങ്കിലും ഒടുവിൽ ആലപ്പുഴ നഗരസഭയിലടക്കം സൗഹൃദ മത്സരത്തിന് വേദിയൊരുങ്ങി. വിഭാഗീയത ആലപ്പുഴ ജില്ലയിലെ പാർട്ടിക്കകത്ത് ഉണ്ടായിരുന്ന വിഭാഗീയത പൂർണ്ണമായും അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമം ഞങ്ങൾ നടത്തി വരികയാണ്. ഇന്ന് വിഭാഗീയതയുടെ ഭാഗമായിട്ട് പാർട്ടിക്കുണ്ടായിട്ടുള്ള തകർച്ചയെ സംബന്ധിച്ചും തിരിച്ചടിയെ സംബന്ധിച്ചും ഇന്ന് പാർട്ടിയിലുള്ളവരെല്ലാം ബോധവാന്മാരാണ്. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഈ വിഭാഗീയതയും മറ്റു കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് എല്ലാം മറന്ന് യോജിക്കണമെന്നും യോജിച്ചുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വലിയ വിജയം നേടിക്കൊടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നവരാണ് ആലപ്പുഴ ജില്ലയിലെ മഹാഭൂരിപക്ഷം വരുന്ന പാർട്ടി മെമ്പർമാരും അനുഭാവികളും നേതാക്കന്മാരും. ആ രൂപത്തിൽ മുമ്പൊരിക്കലുമില്ലാത്തൊരു യോജിപ്പും ഐക്യവും ഇന്ന് എല്ലാ തലങ്ങളിലും ഇന്ന് ആലപ്പുഴ ജില്ലയിലുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നതിൽ തർക്കമില്ല. ജില്ലയിൽ പലയിടത്തും ഇടതുമുന്നണിയുമായി ഞങ്ങൾ യോജിച്ച് പ്രവർത്തിക്കുകയും അതോടൊപ്പം ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുകയും ചെയ്യുന്നുണ്ട്. ആലപ്പുഴയിൽ ഞങ്ങൾ സൗഹൃദ മത്സരം എന്നുള്ള നിലയിൽ ഞങ്ങൾ 5 വാർഡുകളിൽ ഞങ്ങൾ പത്രിക സമർപ്പിച്ചു. 5 വാർഡുകളെന്ന് പറയുമ്പോൾ ഞങ്ങൾ സനാതനപുരം, തോണ്ടംകുളങ്ങര, മന്നത്ത്, അതോടൊപ്പം തന്നെ ആശ്രമം, ഈ വാർഡുകളിൽ ഞങ്ങൾ പത്രിക സമർപ്പിക്കുകയും എന്നാൽ ഇപ്പോൾ ഞങ്ങൾ 2 വാർഡുകളിൽ മാത്രമായി ചുരുക്കിയിരിക്കുകയാണ്. കാരണം ഞങ്ങളിപ്പോൾ സനാതനപുരത്തും തോണ്ടംകുളങ്ങരയും മാത്രമാണ് ഞങ്ങൾ 2 വാർഡുകളിൽ സൗഹൃദ മത്സരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്നും നേർവിപരീതമാണ് UDFിലുണ്ടായത്. നിയമസഭാ പ്രാതിനിധ്യമില്ലാത്തതുകൊണ്ട് അത്രയ്ക്കങ്ങ് സീറ്റ് തരാൻ കഴിയില്ലെന്ന് DCCയും ഇതിനെ പിന്തുണച്ച് KPCCയും നിന്നതോടെ നാമമാത്ര സീറ്റുകളോടെ സാന്നിധ്യമറിയിക്കുകയാണ് രാജംബാബു വിഭാഗത്തിൻ്റെ JSS. കോൺഗ്രസ് മത്സരിച്ച് സ്ഥിരമായി ജയിക്കുന്ന സീറ്റുകൾ JSSന് വേണമെന്ന് ഗൗരിയമ്മ ആവശ്യപ്പെട്ട് നമ്മൾ വിട്ടുകൊടുത്തു. അത് വിട്ടുകൊടുത്തത് സ്ഥിരമായി അങ്ങനെ നിലനിർത്തണം എന്നുള്ള സ്ഥിതിയിലേക്ക് JSS വരുമ്പോൾ JSSൻ്റെ അഭിപ്രായത്തോട് ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല. കാരണം JSS 2ആയി തീർന്നു. ഗൗരിയമ്മ ഇല്ലാത്ത JSS ഞങ്ങളുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് അതിൻ്റേതായ അംഗീകാരം നമ്മൾ കൊടുത്തിട്ടുമുണ്ട്. പക്ഷെ ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ തവണ മത്സരിച്ച 5 സീറ്റിൽ 3 സീറ്റ് തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അഭിപ്രായം പറഞ്ഞു. ഇപ്പോഴും അവർ പറഞ്ഞെന്നാൽ ഞങ്ങളില്ല എന്ന് പറഞ്ഞു എങ്കിലും അവരിപ്പോഴും സഹകരിക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്തിലടക്കം മുസ്ലിം ലീഗ് ചില്ലറ പ്രശ്നങ്ങൾ ഉയർത്തിയെങ്കിലും എല്ലാം വേഗത്തിൽ കെട്ടടങ്ങി. ന്യൂനപക്ഷ സമൂഹം മൊത്തത്തിൽ ഒരു അനുഭാവപൂർവമായ സമീപനം UDFിനോട് കാണിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായത്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പോലും കഴിഞ്ഞ 20 വർഷമായി LDF ഭരിക്കുന്ന പഞ്ചായത്താണ്. പക്ഷേ അത് പോലും UDFിന് അനുകൂലമായി മാറുന്നൊരു സാഹചര്യം ഇന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ആലപ്പുഴ കായംകുളം പോലുള്ള നഗരസഭകളിൽ ശക്തമായി മുസ്ലിം ലീഗിന് പ്രാതിനിധ്യം ഉണ്ടാവത്തക്ക തരത്തിലുള്ള വലിയ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. മൊത്തത്തിൽ ജില്ലയിലെ
പിന്നോക്കാവസ്ഥക്ക് പരിഹാരം കാണുന്നതിന് ഗവൺമെൻറ് എടുത്തിട്ടുള്ള വളരെ ഫലപ്രദമായ നടപടികൾ അതൊക്കെ ജനങ്ങളുടെ ഇടയിൽ വലിയ ഒരു ചർച്ചയായിട്ടുണ്ട്. മാത്രമല്ല രാഷ്ട്രീയമായ ഒരുപാട് പിരിമുറുക്കമുള്ളൊരു ജില്ലയാണ് ആലപ്പുഴ. SNDP BJP സഖ്യവും VS അച്യുതാനന്ദ ഫാക്ടറുമൊക്കെ LDFന് വളരെയധികം ദോഷം ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു ജില്ല എന്ന നിലയിൽ ആലപ്പുഴയിൽ അത് മുഴുവൻ അതിൻ്റെ നേട്ടങ്ങൾ UDFനാണ്. VSൻ്റെ ഫാക്ടറായാലും മറ്റ് തരത്തിലുള്ള സാമൂഹ്യപരമായ മാറ്റങ്ങളെല്ലാം UDFന് അനുകൂലമാണ്. ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല, എല്ലാ വിഭാഗങ്ങളും മൊത്തത്തിൽ UDFന് അനുകൂലമായ ഒരു പരിഗണന നൽകി മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമാണ് ഇന്നുള്ളത്. ഈ വർഷത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കേളികെട്ടുയരുന്നതിന് മുമ്പ് ആലപ്പുഴ സാക്ഷ്യം വഹിച്ചത് 2 പ്രമുഖ സമരങ്ങൾക്കായിരുന്നു. ഒന്ന് കയർ മേഖലയിൽ നടന്ന അനിശ്ചിതകാല സമരം, മറ്റൊന്ന് കുട്ടനാട്ടിലെ കാർഷിക മേഖലയിൽ നടന്ന സമരം. കർഷകരുടെ നെല്ലിന് മതിയായ വില ലഭ്യമല്ല എന്നതായിരുന്നു അവരുടെ പ്രധാന പരാതി. മറ്റ് തീരദേശ മേഖലയിൽ വേറെയും സമരങ്ങൾ. ഇങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ വികസന ചർച്ചകൾ നിരവധിയാണ്. പ്രചാരണത്തിന് ചൂടുപിടിക്കുമ്പോഴെല്ലാം ആലപ്പുഴയിലെ പരമ്പരാഗത പ്രശ്നങ്ങൾക്ക് ചൂടുകൂടുകയാണ്. കയർ, മത്സ്യമേഖലകളുടെ പ്രശ്നങ്ങൾക്കൊപ്പം കുട്ടനാട്ടിലെ നെൽകർഷകരുടെ പ്രശ്നങ്ങളും ഇവിടെ തിളച്ചുമറിയുന്നുണ്ട്. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ UDF വിശദീകരിക്കുമ്പോൾ നടത്തിയ സമരങ്ങളുടെ പട്ടിക നിരത്തിയാണ് LDF വോട്ട് തേടുന്നത്. വികസനം ചർച്ചയാക്കുമ്പോഴും പ്രാദേശിക തെരഞ്ഞെടുപ്പിന്റെ പ്രശ്നങ്ങളെല്ലാം ഉന്നയിച്ച് കൃത്യമായ ആസൂത്രണമാണ് മുന്നണികൾ നടത്തുന്നത്. ഇരുമുന്നണികളുടെയും പ്രധാന നേതാക്കളും ജനപ്രതിനിധികളും വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ക്യാമ്പ് ചെയ്താണ് പ്രവർത്തനം. തട്ടുതകർപ്പൻ സമ്മേളനങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകാതെ തെരഞ്ഞെടുപ്പ് പ്രശ്നങ്ങളെ സമയമെടുത്ത് വിശദീകരിച്ചാണ് യോഗങ്ങൾ പുരോഗമിക്കുന്നത്. പ്രചാരണത്തിന്റെ ആവശ്യമനുസരിച്ചാണ് സംസ്ഥാന നേതാക്കളുടെ പര്യടനങ്ങൾ ക്രമീകരിച്ചത്. ഇതിൽ VSന്റെ പ്രചാരണത്തിന് ഇടതുപക്ഷം വലിയ പ്രാധാന്യമാണ് നൽകിയത്. SNDPയെ കടന്നാക്രമിച്ചും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ കണക്കറ്റ് പരിഹസിച്ചും പ്രതിപക്ഷ നേതാവ് തൻ്റെ സ്വന്തം ജില്ലയിൽ 3-ലധികം തവണയാണെത്തിയത്. KPCC പ്രസിഡന്റും മുഖ്യമന്ത്രിയുമെല്ലാം വന്നുപോയെങ്കിലും ആഭ്യന്തരമന്ത്രി കാര്യമായി ക്യാമ്പ് ചെയ്യുന്നുണ്ടിവിടെ. BJPയുടെയും നേതാക്കളെത്തി പ്രചാരണത്തിൽ ശക്തി തെളിയിക്കുമ്പോഴും തങ്ങളുടെ വോട്ടുകൾക്കൊപ്പം SNDP വോട്ടുകളും പെട്ടിയിലാക്കാനാണ് തീവ്രശ്രമം. വെൽഫെയർ പാർട്ടി, PDP, SDPI തുടങ്ങിയവരും അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ മുന്നണികൾക്കെതിരിൽ മികച്ച പ്രകടനത്തിനാണ് ശ്രമിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ തിളക്കമാർന്ന ജയം ആവർത്തിച്ച് ഇനിയും ലഭിച്ചിട്ടില്ലാത്ത ജില്ലാ പഞ്ചായത്ത് കൂടി പിടിച്ചെടുക്കുക എന്നതാണ് UDFന്റെ ലക്ഷ്യം. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട 20-ലധികം പഞ്ചായത്തുകൾ തിരിച്ചുപിടിക്കുക എന്നതാണ് LDFന്റെ ലക്ഷ്യം. SNDP വോട്ടുകൾ കൂടി തങ്ങളുടെ പെട്ടിയിലാക്കി നില മെച്ചപ്പെടുത്തുക എന്നതാണ് BJPയുടെ തന്ത്രം. 7-ാം തീയതി വോട്ടിംഗ് മെഷീനിലെ ബട്ടൺ അമരുമ്പോൾ വിജയം തങ്ങൾക്കനുകൂലമാകും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്.